ഞെട്ടിയിരിക്കുകയാണോ? തിരുവനന്തപുരത്ത് ഒരു 23 വയസ്സുകാരൻ സ്വന്തം കുടുംബത്തിലെ 6 അംഗങ്ങളെ കൊന്ന വാർത്തയും അതിന്റെ ചിത്രങ്ങളും കണ്ട് ഞെട്ടിയിരിക്കുകയാണോ? ഞാൻ ഈ സംസാരിക്കുന്ന ഒടുവിലെ നിമിഷത്തെ വാർത്ത എറണാകുളത്ത് ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള തർക്കത്തിനൊടുവിൽ ഭാര്യയെ കുത്തി ഭർത്താവ് സ്വയം കഴുത്തറുത്തു എന്ന വാർത്തയാണ്. എന്നോട് ക്ഷമിക്കണം, എനിക്ക് അത്ര ഞെട്ടൽ തോന്നില്ല. പണ്ടൊരു സിനിമയിൽ ദിലീപിന്റെ കഥാപാത്രത്തോട് ഹരിശ്രീ അശോകന്റെ കഥാപാത്രം പറയുന്ന കണക്ക് എപ്പോഴും ഞെട്ടാൻ എനിക്ക് വലിയ ഭ്രാന്തില്ലാത്തത് കൊണ്ടായിരിക്കണം. ഞെട്ടലായിരുന്നു അത്. ഉമ്മാനെ മകൻ തല്ലിക്കൊന്ന വാർത്ത കേട്ട അന്നൊക്കെ അതൊരു ഞെട്ടലായിരുന്നു. പിന്നീട് റാഗിംഗ് എന്ന പേരിൽ സഹപാഠികൾക്കിടയിൽ 9ാം ക്ലാസ്സുകാർക്കിടയിൽ തന്നെയും ഒരു കുട്ടിയെ ക്ലോസറ്റിൽ മുക്കി വെള്ളം കുടിപ്പിക്കുന്ന രീതി വാർത്തയായി വന്നപ്പോൾ ഞെട്ടലങ്ങ് മാറിപ്പോയി. കോമ്പസ് വയറ്റിന് കുത്തിക്കൊണ്ട് ആർമാദിക്കുന്ന ഒരാൾക്കൂട്ടം കുട്ടികൾക്കിടയിലാണ് എന്ന് കണ്ടപ്പോൾ ആ ഞെട്ടലങ്ങ് മാറിപ്പോയി. ഇങ്ങനെ റാഗിങ് സഹിക്കാതെ ഒരുത്തൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ആത്മഹത്യയെ നോക്കി ആർത്തു വിളിക്കുന്ന ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ, അതും ഈ ചെറിയ കുഞ്ഞുങ്ങളാണ് എന്ന് കണ്ടപ്പോൾ പിന്നെ അതൊരു മടുപ്പായി. ജയിലിൽ നിന്ന് ഇടക്കാലത്ത് പരോളിനിറങ്ങിയ ഒരു മനുഷ്യൻ നിർബാധം കൊലപാതകം തുടരുന്നതും അതേ ദിവസം തന്നെ അദ്ദേഹം സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒരേ ദിവസം TV-യിൽ കണ്ടുകൊണ്ടേ ഇരിക്കേണ്ടി വന്നപ്പോൾ മടുപ്പായിപ്പോയി. ഞെട്ടലുകൾക്കൊടുവിലുണ്ടാവുന്ന ഒരു നിസ്സംഗതയിലേക്ക് നമ്മൾ എല്ലാവരും എത്തിച്ചേരുന്നുവോ എന്ന സംശയം. നോക്കൂ, രോഗാതുരമായൊരു മാനസികാവസ്ഥയുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികളിലേക്കും ട്രെൻഡിലേക്കും മയക്കുമരുന്നിലേക്കും സിനിമയിലേക്കും ഒക്കെ പഴിചാരി രക്ഷപ്പെടാൻ നമുക്കെല്ലാവർക്കും എളുപ്പമാണ്. പക്ഷേ എവിടെയാണ് തിരുത്തപ്പെടേണ്ടത്? ആരാണ് യഥാർത്ഥ പ്രതികൾ? അന്വേഷിക്കേണ്ടതില്ലേ? മുൻപ് പറഞ്ഞ പോലെ വ്യവസ്ഥയുള്ളിടത്തെ സ്വസ്ഥതയുള്ളൂ. തീർച്ചകളില്ലാത്ത സമൂഹത്തിന് വ്യവസ്ഥയോ അതുകൊണ്ട് തന്നെ സ്വസ്ഥതയോ ഇല്ല. അത് ഉറപ്പുവരുത്തേണ്ടത് ഈ നാട്ടിലെ ഭരണകൂടങ്ങളാണ്. അത് ഉറപ്പുവരുത്തേണ്ടവർ ഇതുപോലെയുള്ള ആക്രമണ വാസനകളെ കാണുമ്പോൾ അത് സ്വയം രക്ഷാ പ്രവർത്തനമാണ് എന്ന് പ്രോത്സാഹിപ്പിക്കുകയും ഇത്തരത്തിലുള്ള വാർത്തകൾ ആവർത്തിച്ചു വരുമ്പോഴൊക്കെയും അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് നിസാരവൽക്കരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. അതാണ് ഈ നാട്ടിലെ മുഖ്യമന്ത്രി ചെയ്യുന്നത്. ലഹരി ഉപയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പോഷകാഹാരമാണ് എന്ന് നിസാരവൽക്കരിക്കുന്ന മന്ത്രിമാരാണ് നമുക്കുള്ളത്. വരട്ടെ, ഇതിന് മുഖ്യമന്ത്രി രാജിവെക്കണമായിരിക്കുമല്ലേ എന്നും പറഞ്ഞ് ഈ വീഡിയോ ക്വിറ്റ് ചെയ്ത് നിങ്ങൾ പോകുന്നതിന് മുൻപേ നിങ്ങൾ ഈ മുഴുവൻ പറയുന്നത് കേൾക്കണം. അതെ, മുഖ്യമന്ത്രിയെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഈ നാടിന്റെ സമാധാനം കാക്കേണ്ടുന്ന ആഭ്യന്തരമന്ത്രിയെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. കേരളത്തിൽ അത് രണ്ടും ഒന്നാണ്. ഈ ഭരണ നേതൃത്വത്തെക്കുറിച്ച്, അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അതിലിബറൽ ആശയങ്ങളാണ് പൊതുവായ ശരി എന്ന് ഉറപ്പിച്ചത് ഇവരാണ്. സ്വാതന്ത്ര്യം എന്ന പേരിൽ അരാജകത്വം പ്രോത്സാഹിപ്പിക്കുന്നത് ഇവരാണ്. ഈ നാട്ടിലെ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് പൊതുവായൊരു ബദൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ സിസ്റ്റത്തെ ശിഥിലമാക്കുന്നത് ഇവരാണ്. വയലൻസിനെ നോർമലൈസ് ചെയ്യുകയും വയലൻസിനെ ഹീറോയിക് ആക്കുകയും ചെയ്യുന്നത് ഇവരാണ്. അതിലിബറൽ അവനവനിസ സംസ്കാരമാണ്. നിങ്ങൾ നോക്കൂ, തോക്കിന് ലൈസൻസ് ഉള്ള അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന്, ക്ലാസ് മുറികളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന വെടിയൊച്ചകൾ യഥാർത്ഥത്തിൽ ജനങ്ങളെക്കാൾ ഭരണകൂടം കാതോർക്കുന്നത് കോർപ്പറേറ്റിസത്തിനും അതുപോലെ തന്നെ തോക്ക് മുതലാളിമാർക്കുമാണ് എന്നതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്. അവിടെ അതൊരു ടാഞ്ചിബിൾ വെപ്പണാണ്. ഇനി ഇങ്ങോട്ട് വന്നാൽ അതൊരു ഇൻടാഞ്ചിബിൾ വെപ്പണാണ്. അപകടകരമായ ഒരു ആശയമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ ആശയത്തെ തടയിടാതെ നമുക്ക് അതിജീവനത്തെക്കുറിച്ച് സംസാരിക്കുക സാധ്യമല്ല. ഇവിടെ മാസ് വയലന്റ് സിനിമകളിൽ പ്രവർത്തിക്കുന്നത് ഈ പ്രത്യയശാസ്ത്രമാണ്. അതേ പ്രത്യയശാസ്ത്രമാണ് രക്തസാക്ഷിത്വത്തെ ഹീറോവൽക്കരിക്കുകയും ഏറ്റവും മഹത്തരമായതാണെന്നും ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടി മരിക്കുന്നതാണ് ഏറ്റവും വലിയ ജീവിത വിജയമെന്നും റൊമാൻറ്റിസൈസ് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ വ്യവസ്ഥയെ തച്ചൊടക്കലാണ്. ലഹരിയും അക്രമവാസനയും ഒക്കെ നിയമം മൂലം കുരുക്കിടാവുന്ന കാര്യങ്ങളാണ്. അത് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അത് പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുന്ന പ്രത്യയശാസ്ത്രം ഈ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുകയും അത് പേറുന്ന ഭരണത്തലവന്മാർ നമുക്കുണ്ടാകുകയും ചെയ്യുന്നതിൻ്റെ ഒരു വലിയ പ്രശ്നമാണിത്. നമുക്കിത് മാറ്റേണ്ടതുണ്ട്. നമുക്കിതിനെ അതിജീവിക്കേണ്ടതുണ്ട്. കാരണം ഇത് എനിക്കും നിങ്ങൾക്കും കൂടി സമാധാനത്തോടു കൂടി അതിജീവിക്കേണ്ടുന്ന ഒരു ഭൂമിയാണ്. ഈ ആശയങ്ങൾക്കെതിരെ തുറന്ന ഒരു സമരമാവട്ടെ യഥാർത്ഥത്തിൽ നമ്മുടെ പോരാട്ടങ്ങളുടെ തുടക്കം.